ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് എല്ലാ വേദനകളെയും മറന്ന് നമുക്ക് ഉറങ്ങാൻ ശ്രമിക്കാം. പിതാവായ ദൈവം തൻ്റെ ആദ്യജാതനെ പോലും നമുക്കായി നൽകിയ ദൈവം നമുക്കാവശ്യമായ സകലതും അവിടുന്ന് നൽകും. ദൈവവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വേദനയും ദുഃഖവും ഭയവും നിസ്സഹായതയും മനസ്സിനുള്ളിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. അമ്മയോ അപ്പനോ പോലും നമ്മെ സ്നേഹിക്കുന്നതിൽ കൂടുതലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. നാളത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വേദനകളും നിസ്സഹായതയും ഞങ്ങളുടെ വിഷമങ്ങളും ദുഃഖവും ഭയവും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അനീതി സമർപ്പിക്കുന്നു. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ അവസ്ഥയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സുരക്ഷിതത്വം ഇല്ലായ്മയെ സമർപ്പിക്കുന്നു. വീട്ടിനകത്തും പുറത്തും ഉള്ള ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിസ്സഹായതയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു, പീഡനങ്ങളെ സമർപ്പിക്കുന്നു, മനസ്സിൻ്റെ വേദനയെ സമർപ്പിക്കുന്നു, സാമ്പത്തിക ദുരിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ചുറ്റും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ ദൈവമേ, നിൻ്റെ മക്കൾ കിടന്നുറങ്ങാൻ അവർക്ക് നിൻ്റെ കാവലുണ്ടായിരിക്കണമേ, നിൻ്റെ ശക്തിയുണ്ടാകണമേ. നിൻ്റെ അനന്തമായ സ്നേഹം, എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ദൈവസ്നേഹം രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ സ്നേഹം നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നു. കർത്താവേ, നിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ദൈവിക ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഏതവസ്ഥയെയും അതിജീവിക്കാൻ, ഏത് ദുരിതങ്ങളെയും അതിജീവിക്കാൻ കർത്താവേ, നിൻ്റെ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ ആനന്ദം ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ ഉണക്കി
ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും ആനന്ദവും സന്തോഷവും ഈ രാത്രിയിൽ ഞങ്ങളുടെ അന്തരാത്മാവിൽ ബലം നൽകി, ശക്തി നൽകി, എന്തിനേയും സന്തോഷത്തോടെ അതിജീവിക്കാൻ, എന്തിനേയും ഏത് തിന്മയെയും ചെറുത്തുനിന്ന് അതിജീവിക്കാൻ, കർത്താവിനോട് കൂടെ നിന്ന് സധൈര്യം തിന്മയ്ക്കെതിരെ പോരാടി നന്മയെ കൈവരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ വേദനയെയും വിഷമങ്ങളെയും അനിശ്ചിതാവസ്ഥയെയും സുരക്ഷിതത്വമില്ലായ്മയെയും അതിജീവിച്ച് നിന്റെ സമാധാനത്തിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ ഈ ലോകം മുഴുവനും സുരക്ഷിത കരങ്ങളിൽ, നിന്റെ ശക്തമായ സുരക്ഷിത കരങ്ങളിൽ വിശ്രമിക്കുവാൻ കൃപ തരണമേ. കർത്താവേ, നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് രോഗശാന്തിയും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തോഷവും, ആകുലപ്പെട്ടിരിക്കുന്നവർക്ക് ധൈര്യവും നൽകി കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ആകുലതകൾ മറന്ന് നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ ശക്തമായ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യത്തോടെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വസ്തുവകകളെ, ഞങ്ങളുടെ ജീവിതത്തെ, ജീവനെ എല്ലാം നീ കാത്ത് സംരക്ഷിക്കണമേ. നാളെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി നിന്റെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ വീണ്ടും ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാളത്തെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ വിശ്രമം കൊള്ളുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മേ മാതാവേ, നിരന്തരം നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി മധ്യസ്ഥം യാചിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഞങ്ങളെ പാത്രരാക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി, നിസ്സഹായത മാറ്റി, വേദനയും ദുഃഖവും മാറ്റി, സന്തോഷവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് സമാധാനപരമായ ഒരുറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നേരിട്ട് നമുക്ക് സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.